വെൽക്കം ബാക്ക് ടു ദ ബാബിയൻ വ്ലോഗ്സ്. ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പല ആളുകളും ഫേസ്ബുക്ക് വഴി ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളുകളാകാം, സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളാകാം. പക്ഷേ ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം, ഫേസ്ബുക്ക് നിങ്ങളെ ചതിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഫേസ്ബുക്കിലൂടെ നമ്മളെല്ലാവരും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് നമ്മൾ പല ആളുകളും നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസ്, അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പല ആളുകൾക്കും പല പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള പ്രോബ്ലംസ് ഇനി നമ്മൾ ഫേസ്ബുക്ക് യൂസേഴ്സിന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം അവതരിപ്പിക്കാമെന്ന് വെച്ചത്. കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഫേസ്ബുക്ക് ആക്സസ് ചെയ്തിട്ട് ഫേസ്ബുക്ക് അത് പുറത്തേക്ക് സെല് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അത് നടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതും അതിനുള്ള ഓപ്ഷൻ ഫേസ്ബുക്കിൽ നമ്മൾ തന്നെ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ പറയുകയാണെങ്കിൽ പോലും നിങ്ങളത് വിശ്വസിക്കില്ല. പക്ഷേ നിങ്ങളത് ചെയ്തിട്ടുണ്ട്. എപ്പോൾ ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ വരുന്നു എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തുകൊണ്ട് നിങ്ങൾ സംഭവിച്ചു, എന്താണ് ഇത് സംഭവിക്കാനുള്ള കാരണം, എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എന്താവും കാര്യം മനസ്സിലാവും. ഫേസ്ബുക്ക് അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം അതിലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഓഫ്ലൈൻ ഡാറ്റാസ് ആക്ടിവേറ്റ് ഓർ ഹൈഡ്. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അപ്ഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ആക്ടിവേറ്റ് ആയി വരും. ആ ആക്ടിവേറ്റ് ആയി വരുന്ന ഫേസ്ബുക്ക് ഓഫ്ലൈൻ ഡാറ്റാസ് എല്ലാം നിങ്ങളുടെ ബാക്കിയുള്ള ആപ്പുകൾ, നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ്ബുക്ക് അല്ലാതെ തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫേസ്ബുക്കിന് ആക്സസ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ വില്ലിങ് ആണ് എന്നാണ് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഫേസ്ബുക്കായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലെത്തുന്നത്. പക്ഷേ നമ്മളാരും അറിയപ്പെടുന്നില്ല നമ്മളിങ്ങനെ ഒരു ചതിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് എല്ലാം അവർക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു ഓപ്ഷൻ അതിൽ എനേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ഓപ്ഷൻ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡാറ്റാസും കിട്ടില്ല. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ചാറ്റും ചെയ്യണം. കാര്യം നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഹൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് നമുക്കിത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഓഫ് ചെയ്തിടുന്നു. ഈ ഒരു രണ്ട് സംഭവമാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. കറക്റ്റ് വീഡിയോസ് കാണിച്ച് നമ്മൾ സ്വയം എന്ത് ചെയ്യാം, ടേക്ക് കെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫിയർ ഓപ്പൺ ആയിട്ട് വരും. ഇത് പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്കൊരു 3 ലൈൻസ് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പേജ് ഉണ്ടെങ്കിൽ പേജും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു സംഭവം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സീ മോർ എന്ന് വരും ചില സമയത്ത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ താഴെ ഹെൽപ്പ്, സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരും. അതിനകത്ത് നിങ്ങൾ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി ചൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ കാണാം നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ സെറ്റിങ്സ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓഫ്ലൈൻ ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നുള്ള ഒരു സംഭവം കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഏതൊക്കെ ആപ്സ് യൂസ് ചെയ്തിട്ടുണ്ട് നിയർ ആയിട്ട്. അതായത് ടിക്ടോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആപ്പ് എഡിറ്റിങ്ങിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പബ്ജി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിൽ സ്റ്റോർഡാണ്. അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. നമ്മളെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യവും അവരറിയേണ്ട യാതൊരു വിധ ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിയർ ഹിസ്റ്ററി എന്ന് കാണാം. ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ ക്ലിയർ ചെയ്യാം. അതായത് ഈ ഹിസ്റ്ററി, നമ്മളെ ഹിസ്റ്ററി എല്ലാം ക്ലിയർ ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, നിങ്ങളുടെ ഫേസ്ബുക്ക് ആക്ടിവിറ്റീസ് എല്ലാം ഓൾമോസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ സേഫ് അല്ല. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഇനി യൂസ് ചെയ്യുന്നതൊന്നും ഫേസ്ബുക്കിന് ആക്സസ് ഇല്ലാത്ത രൂപത്തിലാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതും കൂടെ ഓഫ് ചെയ്തിടണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ റിസ്ക് ഒന്നുമില്ല. ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 ഡോട്ട്സ്. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്ന് കാണാം. മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഹൗ ഡു വി യൂസ് യുവർ ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്നുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. താഴെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ കാണാം മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി.
അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്യൂച്ചർ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി, നമ്മൾ ഫ്യൂച്ചറിലേക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിൽ ഇപ്പോൾ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് എന്ത് ചെയ്യാം, നമുക്ക് ഓഫാക്കിയിടാം. ഓക്കെ, ആ ഓഫ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ താഴെ ടേൺ ഓഫ് ആണ്, അവിടെ ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി, ഇത് ഹൈഡായി. അപ്പോൾ ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാര്യം ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.